ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരപ്പം. ഒരപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത അരിപ്പൊടി 1.5 കപ്പ്, പഞ്ചസാര 2 കപ്പ്, തേങ്ങാപ്പാൽ, ഏലക്ക, കാഷ്യൂ റെസിൻസ്, നെയ്യ്. ആദ്യം നമുക്ക് കാഷ്യൂ റെസിൻസ് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇതിനു വേണ്ടി പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. കാഷ്യൂ റെസിൻസും വറുത്ത് മാറ്റുക. ഇനി നമുക്ക് ഒരപ്പത്തിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക. ഇത് 2 തേങ്ങയുടെ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മധുരം ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം. തുടർച്ചയായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മാവ് പതുക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കായതിനു ശേഷം അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ നന്നായി ഇളക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. മാവ് പാനിൽ നിന്ന് വിട്ടു വരുന്നതാണ് പരുവം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മാവ് പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചേർക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം റെസിൻസും ചേർത്ത് മിക്സ് ചെയ്യുക. നമുക്കിതിനെ ഇനി ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കർ സ്റ്റൗവിൽ വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. നെയ്യ് കൊണ്ട് കുക്കറിൻ്റെ ഉൾഭാഗം ഗ്രീസ് ചെയ്യുക. നമുക്കിതിനെ ഇനി ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കർ അടച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കുക്കർ തണുത്ത ശേഷം തുറന്നു നോക്കുക. ഒരപ്പം കുക്കറിൽ റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ രുചികരമായൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.